പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. തറവാട്ടിലെയാ പാരമ്പര്യമായിട്ട് കിട്ടിയതാ നെക്ലേസ്. എല്ലാരും കൂടി പെട്ടെന്ന് വന്നത് കാരണം ആന്റിക്ക് അടുക്കളയിൽ നിന്ന് മാറാൻ പറ്റാതായല്ലേ? അതൊന്നും സാരമില്ലാനു. എല്ലാവരെയും കൂടി ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു സന്തോഷല്ലേ. ആ വന്നിരിക്കുന്നവർക്ക് അവരുടെ ജോലി കഴിയുമ്പോ ചായ കൊടുക്കണം ആന്റി. ഞാനും കൂടെ സഹായിക്കാം. അതെന്തിനാ? അനു അവിടെ ഉണ്ടാവണ്ടേ? ചായ ഞാൻ ഉണ്ടാക്കിക്കോളാം. അച്ഛൻ വരാൻ പിന്നെയും താമസിക്കും. അല്ലെങ്കിൽ അവരുടെ ജോലി കഴിഞ്ഞ ഉടനെ അവരങ്ങ് പോവുമായിരുന്നു. എന്നാലും വീട്ടിൽ വരുന്നവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ അനു? സമയാകുമ്പോ അനു ഇങ്ങ് വന്നാ മതി. അപ്പോഴേക്ക് ഞാനെല്ലാം റെഡിയാക്കി വെക്കാം. പാലൊക്കെ കാണുമല്ലോ. എന്തെങ്കിലും വാങ്ങിപ്പിക്കണോ ആന്റി? ഇപ്പൊ ഒന്നും വേണ്ട, എല്ലാം ഇവിടെയുണ്ട്. സ്വർണം തൂക്കി കഴിയുന്നോടെ ഇവിടെ വഴക്ക് തുടങ്ങും അനു. വഴക്കോ? അതെന്താ ആന്റി അങ്ങനെ ചോദിച്ചത്? അല്ല, എനിക്കങ്ങനെ തോന്നി. പടിഞ്ഞാട്ട് മഴക്കാറ് കണ്ട മഴ പെയ്തേ പോകൂന്നല്ലേ? ചെറിയ കശപിശയൊക്കെ ഉണ്ടാവും. അച്ഛൻ സ്ട്രോങ് ആയി നിന്നാ പിന്നെ ആരും ഒന്നും മിണ്ടില്ല. എല്ലാം മാഷിന്റെ കണക്കൂട്ടൽ പോലെ തന്നെ നടന്നാ മതിയായിരുന്നു. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ ആന്റി. ആന്റി ഇതൊന്ന് നോക്കിയേക്കണേ. ആ ശരി മോളെ. ആ ലാസ്റ്റ് എടുത്ത് വെച്ച പാലക്കാമാല എനിക്ക് വേണമെന്ന് അന്നേ ഞാൻ കൊതിച്ചതാ. എല്ലാം ഇനി നടുമുറ്റം ഫിനാൻസിയേഴ്സിന്റെ ലോക്കറിലേക്ക് പോവല്ലോ. ചേച്ചി തൂക്കൊക്കെ എടുത്തു കഴിഞ്ഞു? അനു, നീ ആന്റിയോട് ചായ വെക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പറഞ്ഞു. തൂക്കം എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഓരോന്നിന്റെ മാറ്റി നമുക്ക് നോക്കാം അല്ലേ സാർ? അതിന്റെ ആവശ്യമില്ല മുരളി. അനന്തം മാഷിന്റെ സ്വർണം നമുക്ക് വിശ്വസിച്ചെടുക്കാം. മാഷ് അത്രയും സത്യസന്ധനല്ലേ? അല്ല, വെയിറ്റ് എത്ര ഉണ്ടെന്ന് പറഞ്ഞില്ല? പറയാലോ, ഇപ്പൊ പറയാം. അന്ന് സ്വർണം കൊണ്ടുവന്നപ്പോ മുത്തശ്ശിയും പാർവതി കുഞ്ഞമ്മയും പറഞ്ഞത് 101 പവൻ ഉണ്ടെന്നല്ലേ? അല്ല രഘുവേട്ടാ? അതെ. ലോക്കറിൽ വെക്കുന്നതിന് മുമ്പ് അമ്മാവൻ തൂക്കം എടുത്തപ്പോഴും 101 പവൻ ഉണ്ടായിരുന്നെന്നാ എന്നോട് പറഞ്ഞേ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? ഇത് 101 പവനൊന്നും ഇല്ല. എല്ലാം കൂടി 640 ഗ്രാമ കാണിക്കുന്നേ. അതായത് 80 പവൻ. രഘുവേട്ട, 101 പവൻ 808 ഗ്രാം വേണം. നിങ്ങള് വെയിറ്റ് എടുത്തതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയതാണോ? ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ? അതിന്റെ ഒന്നും ആവശ്യമില്ല മാഡം. ഇത് കണ്ടാ അറിയില്ലേ, 80 പവനേ ഉള്ളൂ. അതെ അതെ, മുരളിക്ക് തെറ്റില്ല. വേണമെങ്കിൽ മാഷ് വന്നിട്ട് ഒന്നുകൂടി തൂക്കി നോക്കാന്ന് മാത്രം. ഇതിന്ന് സ്റ്റോണിന്റെ വെയിറ്റ് വീണ്ടും കുറയും പണയത്തിനെടുക്കുമ്പോഴേ. അല്ല, നിങ്ങളുടെ അമ്മാവൻ എത്ര പവന്റെ സ്വർണ്ണം ഉണ്ടെന്നാ പറഞ്ഞേ? എത്ര പവനെന്നൊന്നും പറഞ്ഞില്ല. വീട്ടിലുള്ള സ്വർണം പണയത്തിനെടുത്ത് 25 ലക്ഷം രൂപ വേണമെന്ന് മാത്രമേ മാഷ് എന്നോട് പറഞ്ഞിട്ടുള്ളൂ. ആ പണമായിട്ടാണ് ഞാൻ വന്നത്. മാഷായതുകൊണ്ട് 60 പവനാണെങ്കിലും 25 ലക്ഷം കൊടുക്കാം. ഇതിപ്പോ 80 ഉണ്ടല്ലോ. 80 പോരാ, 101 പവൻ തന്നെ വേണം. ബാക്കി സ്വർണ്ണം എവിടെയെന്ന് അറിഞ്ഞിട്ട് മതി പണയം വെക്കുന്നതും പണം വാങ്ങുന്നതും ഒക്കെ. അത് ദയ പറഞ്ഞ ശരിയാ. 21 പവനൊക്കെ കാണാതാവെന്ന് പറഞ്ഞാ നിസ്സാര കാര്യാണോ? ഈ സ്വർണത്തിൽ കുറവ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. പണ്ട് ഇതിൽ ആരെങ്കിലും കൈ വെക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. പണ്ട് നീ സംശയിച്ചത് ആരെയാണെന്ന് എനിക്ക് അറിയാടി. അത് തന്നെയാണ് നീ ഇപ്പോഴും പറയുന്നതെങ്കിലേ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. അമ്പിളി, നീ വെറുതെ ഒച്ച വെക്കാതെ. അമ്പിളി, അവൾക്ക് ആരെ സംശയം എന്ന് വെച്ചാൽ അവൾ തുറന്നു പറയട്ടെ.
ഞാൻ അച്ഛനെ തന്നെ കുറ്റം പറയും. ഹ. ഇത്രയും സ്വർണം ഇവിടെ പരസ്യമായി വെച്ചിരിക്കായിരുന്നില്ല അച്ഛൻ. അരപ്പവന് വേണ്ടി ആളെ കൊല്ലുന്ന കാല. 101 പവൻ സ്വർണം കയ്യകലത്തിൽ വെച്ചാ അതാവശ്യക്കാര് കൈയിട്ട് വാരിയില്ലെങ്കിൽ അതിശയുള്ളൂ. ദേ അച്ഛൻ കുറച്ച് സമയത്തേക്ക് ഈ ആഭരണപ്പെട്ടി ഇവിടെ വെച്ചതുകൊണ്ട് ആരാതേ അതിൽ കൈയിട്ട് വരാൻ പോകുന്നത്? ആ പെട്ടി ലോക്ക് ചെയ്തിട്ടല്ലേ അച്ഛൻ പോയത്? പോരാത്തേന് സരോജിനി ആന്റിയെ അത് നോക്കാനായിട്ട് ഏൽപ്പിച്ചതുമല്ലേ? അതെ, ഈ പെട്ടിയുടെ താക്കോൽ എവിടെയാ സൂക്ഷിച്ചു വെച്ചിരുന്നതെന്ന് ആന്റിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുത്തെന്നാണോ ദേ നീ പറയുന്നേ? ചീരൊന്ന് മാറിക്കേ. ആരെങ്കിലും എടുക്കാതെ സ്വർണം നഷ്ടപ്പെടില്ലല്ലോ. അതാരാണെന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആഭരണ പെട്ടി തുറന്ന് സ്വർണം എടുത്തു വെച്ചത് നീയും ചീരും വിനയനും കൂടിയാണെന്ന് ഞാൻ പറഞ്ഞാലോ? വന്ന ഉടനെ താക്കോല് തപ്പിയെടുത്ത് നിങ്ങൾ ആഭരണ പെട്ടി തുറന്ന് നോക്കിയില്ലേ? ആന്റി, ഞങ്ങൾ ആഭരണ പെട്ടി തുറന്ന് നോക്കിന്ന് വെച്ച് ആന്റി ഇങ്ങനൊന്നും പറയല്ലേ? ആ അത് ശരി. അപ്പൊ വന്ന ഉടനെ കണക്കെടുപ്പൊക്കെ നടത്തിയിട്ടാണോ ബാക്കിയുള്ളവരെ കള്ളന്മാരാക്കാൻ നോക്കുന്നത്? വീട്ടിൽ കയറി വന്ന് പരിശോധിക്കാൻ നിനക്ക് എന്താ വിനി അവകാശം? അയ്യോ ചേച്ചി, ഞാനല്ല, അവരാ. ആരായത് ശരിയല്ല വിനെ. അതെന്താ രഘുവേട്ടാ, ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഒരു അവകാശവും ഇല്ലേ? ചിരു, തർക്കിക്കാൻ നിൽക്കണ്ട. നമ്മളൊക്കെ ഇവിടേക്ക് എപ്പോഴേലും ഒന്ന് കയറി വരുന്ന ആൾക്കാരാ. ഈ വീട്ടിൽ സ്ഥിരമായിട്ട് താമസിക്കുന്നത് അച്ഛനും രഘുവേട്ടനും അമ്പളിച്ചേച്ചിയൊക്കെയാ. അവർക്കുള്ള സ്വാതന്ത്ര്യം, അധികാരം, അവകാശം ഒന്നും നമുക്ക് ഈ വീട്ടിലുണ്ടാവില്ല. ഓ, അവരാരും ഇവിടെ ഇല്ലാത്തപ്പോ നിങ്ങൾ ആഭരണപ്പെട്ടി തുറന്നത് തെറ്റ് തന്നെയാ.